ചിന്ന ചിന്ന ആസൈ, പാതിരാവായി നേരം തുടങ്ങിയ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകരുടെയും സംഗീതാസ്വാദകരുടെയും മനം കവർന്ന ഗായികയാണ് മിൻമിനി. ചിന്ന ചിന്ന ആസൈ എന്ന പാട്ടിലൂടെയാണ് മിൻമിനി പ്രശസ്തിയാകുന്നത്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സ്പായ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മിൻമിനി. സ്പായിലെ ഹൃദയവതി എന്ന ഗാനത്തിലൂടെയാണ് മിൻമിനി വീണ്ടും മലയാളികളുടെ മനം കവർന്നത്. ഇപ്പോഴിതാ ചില തുറന്നു പറച്ചിലുകളുമായി എത്തുകയാണ് മിൻമിനി. തന്നെ പാട്ടിൽ നിന്ന് ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയുകയാണ് ഗായിക. എന്നെ ഇതുവരെ ആരും മാറ്റി നിർത്തിയിട്ടില്ല, ഞാനാണ് മാറി നിന്നത്. പാടാൻ അവസരമില്ലാതെ മാറി നിന്ന ഗായികയായിരുന്നില്ല. പാടാൻ കഴിയാതിരുന്ന സമയത്തും അവസരങ്ങൾ വന്നു. കഴിവുള്ളവരെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം എല്ലായിടത്തുമുണ്ട്. വളരെയധികം സന്തോഷവും സംതൃപ്തിയുമുണ്ട്. അന്ന് എന്നെ കുഞ്ഞുമിനിയെ കണ്ട് സ്വീകരിച്ച ആസ്വാദകർ ഇന്നും അതേ സ്നേഹത്തോടും പ്രോത്സാഹനത്തോടും സ്നേഹിക്കുകയും എന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിലും വലിയൊരു അവാർഡ് ഗായിക എന്ന നിലയിൽ ലഭിക്കാനില്ല. ശ്രോതാക്കളുടെ മനസ്സിൽ ഗായകനോ ഗായികയോ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് വിശ്വസിക്കുന്നുവെന്നും മിൻമിനി പറയുന്നു. മിൻമിനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സംഗീത പ്രേമികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരിക ചിന്ന ചിന്ന ആസൈ എന്ന ഗാനമാകും. റോജയ്ക്ക് മുൻപ് നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മിൻമിനി എന്ന ഗായികയെ ലോകമറിഞ്ഞത് ഈ ഗാനത്തിലൂടെയാണ്. ഒരു ദിവസം 13 പാട്ടുകൾ വരെ പാടിയ കാലം പിന്നീട് ഈ ഗായിക മിൻമിനിക്കുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഗായിക. ഒട്ടുമിക്ക മ്യൂസിക് ഡയറക്ടേഴ്സിനൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. PJ റോസ്ലി എന്നാണ് തന്റെ യഥാർത്ഥ പേര്. 3 വയസ്സ് മുതൽ പാടുമായിരുന്നു എന്ന് മിൻമിനി പറയുന്നു. തന്റെ മോൾ ജനിച്ച ശേഷമാണ് താൻ അത് വിശ്വസിച്ചത്. കാരണം അവൾക്ക് 1.5 വയസ്സ് മാത്രമുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവളെ കുളിപ്പിക്കാനും മറ്റും വരുന്ന ഒരു ചേച്ചി മോൾക്ക് മാതാവിന്റെ പാട്ട് പാടിക്കൊടുക്കുമായിരുന്നു. അവൾ അത് ആ ചെറിയ പ്രായത്തിൽ ഏറ്റുപാടി. അന്ന് ഞാൻ വണ്ടറടിച്ചു നിന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ബ്ലഡിൽ സംഗീതമുണ്ടെന്നും ചെറുപ്രായത്തിൽ പാടാൻ കഴിയുമെന്നും. എല്ലാ കലയും എന്റെ അപ്പച്ചന് ഒത്തിരി ഇഷ്ടമായിരുന്നു. എല്ലായിടത്തും എനിക്കൊപ്പം വന്നിരുന്നത് അപ്പച്ചനായിരുന്നു. പ്രോഗ്രാം ഉള്ളപ്പോൾ അപ്പച്ചൻ ജോലിയിൽ നിന്ന് ലീവ് എടുക്കുമായിരുന്നു. ശമ്പളം കുറഞ്ഞാലും ഞങ്ങളെ ഒന്നും അറിയിച്ചിരുന്നില്ല. എന്നെ നോക്കി സംസാരിക്കുമ്പോൾ അടുത്ത അപ്പച്ചൻ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ടെന്ന് ഞങ്ങളെ അറിയാവുന്ന പല ഗായകരും ഇപ്പോഴും പറയും. എന്നോട് അപ്പച്ചന് ഒരുപാട് സ്നേഹമായിരുന്നു. എല്ലാ മ്യൂസീഷ്യൻസിനോടും വളരെയധികം ബഹുമാനം അപ്പച്ചനുണ്ടായിരുന്നുവെന്നും മിൻമിനി പറയുന്നു. റോജയിലെ ചിന്ന ചിന്ന ആസൈ എന്റെ ആദ്യത്തെ പാട്ടാണെന്ന് കരുതുന്ന ആരാധകരുണ്ട്. 150-ൽ പരം പാട്ടുകൾ അതിനു മുൻപ് ഞാൻ പാടിയിട്ടുണ്ട്. ബ്ലെസ്സിങ്സ് ഉള്ള പാട്ടാണതെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് ഈ പാട്ടിന്റെ റിലീസിന് ശേഷമാണ്. വേൾഡ് വൈഡായി ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞതും ഈ പാട്ടിലൂടെയാണ്. റഹ്മാൻ സാറിനേക്കാൾ അദ്ദേഹത്തിന്റെ അമ്മയോടായിരുന്നു എനിക്കടുപ്പം. സാറിനെ സ്റ്റുഡിയോയിൽ വെച്ച് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. അമ്മ റെക്കോർഡിംഗിന് മുൻപ് എന്നോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കും. ശേഷമാണ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയൊരു ശീലം അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എനിക്ക് വയ്യാതായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ അമ്മയാണ്. ഇപ്പോൾ റഹ്മാൻ സാറുമായി കോണ്ടാക്ട് ഇല്ല. പണ്ടുപോയ സ്വാതന്ത്ര്യത്തോടെ ഇപ്പോൾ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറി. ഈസിയായി കാണാൻ പറ്റുന്ന ദൂരത്തിലല്ലല്ലോ ഇപ്പോൾ അദ്ദേഹം. AR റഹ്മാനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് മിൻമിനി പറയുന്നു. സ്റ്റുഡിയോയിൽ എത്തിയാൽ ഞാൻ വേറൊരാളാണ്. വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല. പുറത്തെ കാര്യങ്ങളും ചിന്തയിൽ ഉണ്ടാവില്ല. എനിക്ക് തന്ന പാട്ട് നന്നായി പാടുക എന്നത് മാത്രമാകും. തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയ നിമിഷങ്ങളുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പാട്ട് പാടുന്നുണ്ട്. പാടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം പോകുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ഒരു ചോദ്യചിഹ്നമായിരുന്നു. മൈക്ക് കാണുമ്പോൾ എനിക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇളയരാജ സാർ പുറത്തുപോയി പാടരുതെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ട്രോമയാണോ എന്ന് ചോദിച്ചാൽ ഇനി അതേക്കുറിച്ച് സംസാരിച്ചാൽ വീണ്ടും ക്രൂശിക്കപ്പെടും. ഞാൻ കാരണം 5000 രൂപ. അയ്യോ അപ്പൊ ഞാൻ എവിടെ ചെന്ന മറക്കാത്ത കാരണം എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയിരുന്നു. ഞാൻ കോളേജ് ടൈമിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോഴാണ് ഞാൻ മിൻമിനി ചേച്ചി സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. കാരണം അതെന്റെ ലാസ്റ്റ് ഒരു കച്ചത്തുരുമ്പായിരുന്നു. അപ്പൊ ചോദിച്ചത് ആരാ പാടിയെന്നൊക്കെ നമ്മുടെ ഓപ്ഷൻസിൽ നാവിന് തുമ്പത്തുണ്ട്, പക്ഷെ ഇത് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ചേച്ചിനെ പറ്റി ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത്. കൊള്ളാം. 5000 രൂപ കിട്ടിയില്ല? അതെ, 5000 രൂപ കിട്ടി. എങ്ങനെ പോകുന്നു നമ്മുടെ പുതിയ മ്യൂസിക് ക്ലാസ് ഒക്കെ? അല്ല, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻസ് വരുന്നുണ്ട്.
കുറച്ച് പേര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വോക്കൽ, കീബോർഡ്, ഗിറ്റാറൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വരുന്നു. എനിക്ക് ആദ്യം തന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചേച്ചി പാടെ ദൈവം എന്നെ യേശു നീ എന്നെ മറന്നു എന്ന് പറഞ്ഞ ഒരു സോങ് ഇല്ലേ, നീ എന്നെ നീ എന്നെ മറന്നോ നാദ സോങ്, അതൊന്ന് പാടി എനിക്കത് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്നു നാഥ. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്നു നാഥ. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. താങ്ക് യു ചേച്ചി. ചേച്ചി ഭയങ്കര ദൈവത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പൊ വീട്ടിൽ വരുമ്പോ തന്നെ ഒരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്പേസ് ഭയങ്കര ആൾക്കാരൊക്കെ പോലെ. എത്രത്തോളം ആണ് ചേച്ചിയുടെ ഈ മോശ സമയങ്ങളിൽ, നമുക്കൊക്കെ പല തകർച്ചകളും മോശ സമയങ്ങളൊക്കെ വരുമ്പോ നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേൾക്കുന്നത്, എപ്പോഴെങ്കിലും ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ, പക്ഷെ പല പാട്ടുകളും അങ്ങനെ പാടിയിട്ടുണ്ട്. ഇപ്പൊ പാടിയ പാട്ട് പോലും അങ്ങനെയാണ്. പക്ഷെ ഞാൻ എന്റെ ലൈഫില് ചോദ്യങ്ങൾ ചോദിച്ച സമയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്റെ അറിവില്ലായ്മ ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ സ്നേഹിക്കാത്ത ദൈവം അല്ല നമ്മുടെ ദൈവം. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം ചോദിച്ചിട്ടില്ല. അതിന് മുമ്പ് ഒരുപാട് വിഷമങ്ങൾ വന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമല്ലോ. നാച്ചുറലി അത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ഫേസ് ആണ്. അത് ഒരു നന്മ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫേസ് ഉണ്ടാവും, എല്ലാവരുടെയും ലൈഫിലുള്ളതാണ്. എനിക്കത് കുറച്ച് കഠിനമായി പോയി എന്ന് എനിക്ക് തോന്നും. പക്ഷെ ചില മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോ എന്റെ നിസ്സാരമായിട്ടും ചിലപ്പോ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ വേദന വലുത് തന്നെയാണല്ലോ. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ആ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ പിന്നെ എന്ത് എന്നുള്ള ചോദ്യം വരും. അപ്പോഴാണ് ഇങ്ങനത്തെ ദൈവത്തോടുള്ള ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പോണത്. പക്ഷെ അറിവുള്ള ഒരു കൂടെ ഉള്ളത് കൊണ്ട് കൂടുതൽ അങ്ങനെ ചോദിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സപ്പോർട്ടിന് വേണ്ടി ആൾക്കാരുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. അമ്മച്ചിയും ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് അറിവുള്ളവര്, അതുപോലെ സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അങ്ങനെ നമ്മളെപ്പോഴും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ നമുക്ക് നല്ല ഗൈഡൻസ് തരും. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ മാനസികമായിട്ട് ബലപ്പെടാനും, തകർച്ചയിലായിരുന്നു എങ്കിലും ആ ബലത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കൂടെയുള്ളവരും എന്റെ ദൈവവും എന്റെ എന്തായിരുന്നു സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുമോ? അതിന് സപ്പോർട്ട് എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ചാനലിൽ ചേച്ചി ആദ്യമായിരുന്ന ഞാൻ തുടക്കം മുതൽ അങ്ങ് ചോദിച്ചു പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ചാനലില് ചേച്ചിനെ പോലെ ഒരു വ്യക്തിനെ എനിക്ക് എന്റെ ഷോയില് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.